പണം അതുള്ളവനറിയാം അതുണ്ടാക്കാൻ പെട്ട പാട്, അതില്ലാത്തവനറിയാം അതുണ്ടാക്കാൻ പെടുന്ന പാട്. ഇതിപ്പോ എന്തിനാ പറയുന്നല്ലേ പറയാം. ബൈ ദ വേ, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഞാനും എന്റെ ഹസ്ബൻഡും ദുബായ് റിയൽ എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് കോൾസ് മീറ്റിംഗ്സ് ഒക്കെ വരാറുണ്ട്. അതില് മിക്കവരുടെയും ഫ്രണ്ട്സ് ദുബായിൽ പ്രോപ്പർട്ടീസ് വാങ്ങിയിട്ടുള്ളവരാണ്. അതിൽ ചിലരൊക്കെ ഹാപ്പിയാണ്, ചിലരൊക്കെ അൺഹാപ്പിയാണ്. ആദ്യം തന്നെ പറയട്ടെ, ദുബായിലായാലും ഷാർജയിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിലും വിചാരിക്കുന്ന റിട്ടേൺസ് കിട്ടണമെന്നില്ല. നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. വാങ്ങുന്ന പ്രൊജക്ടിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഏത് ഡെവലപ്പറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്നും ശ്രദ്ധിക്കണം. പ്രൈസ്, പേയ്മെന്റ് പ്ലാൻ, ലൊക്കേഷൻ, അമിനിറ്റീസ് ഇവയെല്ലാം ശ്രദ്ധിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നമ്മൾ വാങ്ങുന്ന പ്രൊജക്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണോ എന്ന് കൂടി ശ്രദ്ധിക്കണം. ദുബായിൽ അങ്ങനെ കുറച്ച് നല്ല പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ സാധിക്കില്ല. അതിലൊരെണ്ണം ഞാൻ പറഞ്ഞു തരാം. ദുബായിലെ സെമി ഗവൺമെന്റ് ഡെവലപ്പറുടെ ഒരു പ്രൊജക്ട്. നാട്ടിലെ വെറും 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതും 3 വർഷം കൊണ്ട് 75 ലക്ഷം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്. 3 വർഷം കൊണ്ട് 75 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പ്രതിവർഷം 12 ലക്ഷം രൂപ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് റെന്റായി നേടിത്തരും. ഇതുപോലെയുള്ള സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നോക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി എന്നെ കണക്ട് ചെയ്യാം, ലേഡി മല്ലു ബ്രോക്കർ. ബാക്കി അടുത്ത വീഡിയോസിൽ പറഞ്ഞു തരാം.